രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുന്നു എന്നാണ് മന്ത്രി പി രാജീവ് അല്പസമയം. അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതിനൊന്നും മറുപടി പറയാനില്ല. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാം. കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വികസന കാര്യങ്ങൾക്കായി ജനങ്ങളുടെ അഭിപ്രായം തേടാനെന്നുള്ള വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വോളണ്ടിയർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനുള്ള ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ ഞങ്ങൾ ഏതറ്റം വരെയും നിയമയുദ്ധം നടത്തി ആ പണം തിരിച്ചടപ്പിക്കും, ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കും ആ പണം. കാരണം സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട. വികസനം ഈ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇനിയാണ് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്. ഇനി എന്താ അഭിപ്രായം ചോദിക്കാനാണ് ജനങ്ങളോട്? 10 കൊല്ലം ജനങ്ങളോട് ചോദിക്കാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ മാസം വീടുകളിൽ കയറി ഇറങ്ങി. ആ വ്യാജമാണ് യഥാർത്ഥത്തിൽ. ഇതുവരെയുള്ള സർക്കാരിൻ്റെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാനാണ് ചെയ്യുന്നത്. പാർട്ടിക്കാരെയാണ്. CPM കൊടുത്തിരിക്കുന്ന കത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. CPM കൊടുത്തിരിക്കുന്ന കത്തുണ്ട് പാർട്ടി പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല. അത് പിൻവലിക്കണം. രണ്ടാമത് CITU കത്ത് കൊടുത്തിരിക്കുകയാണ്. ലോക്കൽ ബോഡിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ മുഴുവൻ സ്ഥിരപ്പെടുത്തണമെന്ന്. CITU കൊടുത്ത കത്താണ് മന്ത്രി ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ആ പരിപാടി നടക്കില്ല. കാരണം കോടതി ഉത്തരവുകൾ അനുസരിച്ച് താൽക്കാലിക ജോലിക്കാരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. ഒരുപാട് താൽക്കാലിക ജോലിക്കാർ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. അവരെയൊക്കെ സ്ഥിരപ്പെടുത്തണം. പക്ഷേ ഇപ്പോൾ CITUവിൻ്റെ അപേക്ഷ പരിഗണിച്ചിട്ട് ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള മൂവാതും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ്. പാർട്ടിക്കാരെ കോടികൾ കൊടുത്ത് സഹായിക്കാൻ, ഖജനാവിൽ നിന്ന് പണമെടുത്ത് സഹായിക്കാൻ. ഇത്തരം പരിപാടികളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഇനി ഞാൻ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും. സർക്കാരിൽ നിന്ന് പണം എടുത്താൽ ആ പണം ഞങ്ങൾ പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും ഞാൻ എന്താ പറയേണ്ടത്? അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാം. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അയോഗ്യനാക്കാനുള്ളൊരു നിയമോപദേശം തേടുന്ന സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. അയോഗ്യനാക്കാൻ അല്ല, അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലൊക്കെ എൻ്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ നിലപാട്. എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? എൻ്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട് പറയും. ഇപ്പം ഞാൻ വേറെ നോ കമൻസ്. ഞാനിനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എൻ്റെ പാർട്ടി ചെയ്തു, ഞാനല്ല. എൻ്റെ പാർട്ടി ചെയ്തു. അയോഗ്യനാക്കാൻ ഒരു പ്രമേയം വരികയാണെങ്കിൽ കോൺഗ്രസ് സഭയിൽ പിന്തുണയ്ക്കും. അപ്പം ആലോചിക്കും. വരട്ടെ, സാങ്കല്പിക ചോദ്യമല്ലേ. വരട്ടെ, വരുമ്പോൾ അപ്പം ആലോചിക്കാൻ. ഞാനല്ലല്ലോ പറയേണ്ടത്, പാർട്ടിയല്ലേ തീരുമാനമെടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം, ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ നോ കമൻസ്. ഞാനതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയാം.